ഗെയിം ഓഫ് ത്രോൺസിന്റെ അടുത്ത പ്രീക്വലായി പുറത്തിറങ്ങാൻ പോകുന്ന സീരീസ് ആണ് എ നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡം. ഗെയിം ഓഫ് ത്രോൺസിന്റെ രണ്ടാമത്തെ പ്രീക്വൽ ആണെന്ന് പറയാം. ഹൗസ് ഓഫ് ദി ഡ്രാഗന് ശേഷം ഗെയിം ഓഫ് ത്രോൺസിന്റെ വേൾഡിൽ നിന്ന് പുറത്തിറങ്ങുന്ന അടുത്തൊരു സീരീസ് ആണ് ഇത്. എന്നാൽ ഒരിക്കലും ഗെയിം ഓഫ് ത്രോൺസിനെയും ഹൗസ് ഓഫ് ദി ഡ്രാഗനെയും പോലൊരു സീരീസ് ആയിരിക്കും ഇതെന്ന് കരുതി ഒരിക്കലും നിങ്ങൾ ഈ സീരീസിനെ അപ്രോച്ച് ചെയ്യരുത്. കാരണം ഈ സീരീസ് മറ്റ് രണ്ട് സീരീസുകളിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറന്റ് ആയ ഒരു സീരീസ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഈ സീരീസ് കാണുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഈ സീരീസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ സീരീസ് നടക്കുന്ന ടൈം ലൈൻ ഒന്ന് നോക്കാം. ഗെയിം ഓഫ് ത്രോൺസിന് ഏകദേശം 90-100 വർഷങ്ങൾക്ക്, അതായത് ഒരു സെഞ്ചുറിക്ക് മുമ്പ് നടക്കുന്ന സ്റ്റോറി ആയിരിക്കും ഇത്. അതേപോലെ ഹൗസ് ഓഫ് ദി ഡ്രാഗന്റെ ഇവന്റ്സുകൾക്ക് ശേഷം ഏകദേശം 70-80 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കഥ കൂടിയായിരിക്കും ഇത്. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ സ്റ്റോറി നടക്കുന്നത്. ടാർഗേറിയൻസ് തന്നെയാണ് അപ്പോഴും റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗെയിം ഓഫ് ത്രോൺസിനും ഹൗസ് ഓഫ് ദി ഡ്രാഗനും പോലുള്ള ഒരു സീരീസ് ആയിരിക്കില്ല ഇത്. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഗെയിം ഓഫ് ത്രോൺസിലും ഹൗസ് ഓഫ് ദി ഡ്രാഗനും ഉള്ള പോലെയുള്ള വലിയ ബാറ്റിൽസോ പൊളിറ്റിക്സോ അതേപോലെ ഫാന്റസി എലമെന്റ്സോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഈ ഒരു സീരീസിൽ അത്രത്തോളം കാണാൻ കഴിയില്ല. ഈ ഒരു സീരീസ് കൂടുതലും ഗ്രൗണ്ടഡ് ആയ അഡ്വഞ്ചറസ് ആയ വെസ്ട്രോസിന്റെ മറ്റൊരു സൈഡ് അല്ലെങ്കിൽ ഒരു വശമായിരിക്കും കാണിക്കാൻ പോകുന്നത്. പ്രധാനമായും രണ്ട് ക്യാരക്ടേഴ്സിന്റെ അഡ്വഞ്ചറസ് ജേണി ആയിരിക്കും ഈ ഒരു സീരീസ്. അതേപോലെ ഡ്രാഗൺസ് ഒന്നും ഈ ഒരു സീരീസിൽ കാണാൻ കഴിയില്ല. ഡ്രാഗൺസ് ഒന്നും ഇല്ലാത്ത ഒരു ട്രാൻസിഷൻ പീരീഡിലായിരിക്കും ഈ ഒരു സീരീസ് നടക്കുന്നത്. ജോർജ് ആർ മാർട്ടിൻ എഴുതിയ ദി ടെയിൽസ് ഓഫ് ഡങ്കാനെഗ് എന്ന നോവൽസിനെ ബേസ് ചെയ്താണ് ഈ ഒരു സീരീസ് ഒരുങ്ങാൻ പോകുന്നത്. പ്രധാനമായും ഈ സീരീസിലൂടെ രണ്ട് ക്യാരക്ടേഴ്സിന്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ആളാണ് സർ ഡങ്കൻ ദി ടോൾ. വെസ്ട്രോസിലെ ഒരു ഹെഡ്ജ് നൈറ്റ് ആണ് ഡങ്ക് എന്നറിയപ്പെടുന്ന സർ ഡങ്കൻ ദി ടോൾ. അടുത്തയാളാണ് എഗ് എന്നറിയപ്പെടുന്ന ഏഗോൺ ടാർഗേറിയൻ. ഒരു ചെറിയ ആൺകുട്ടിയാണ് യഥാർത്ഥത്തിൽ എഗ്. എഗ് ഒരു ടാർഗേറിയൻ ആണ്. അതേപോലെ ഫ്യൂച്ചറിലെ 7 കിങ്ഡങ്ങളുടെ കിങ്ങും കൂടിയാണ് എഗ്. അതേപോലെ എഗിന്റെ ബ്രദറിനെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഗെയിം ഓഫ് ത്രോൺസിൽ നമ്മൾ കണ്ടിട്ടുള്ള മെയ്സ്റ്റർ എയ്മൺ ആണ് എഗിന്റെ ബ്രദർ. പ്രധാനമായും ഈ സീരീസിലുള്ള ഡങ്കിന്റെയും എഗിന്റെയും ഒരു അഡ്വഞ്ചറസ് ജേണിയുടെ കഥയായിരിക്കും പറയുക. ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടായിരിക്കും ഈ ഒരു സീരീസിന്റെ എൻറ്റയർ സ്റ്റോറിയും മുന്നോട്ട് പോവുക. എഗ് എന്ന് പറയുന്നത് ഡങ്കിന്റെ ഒരു യങ് സ്ക്വയർ ആയിട്ടായിരിക്കും സീരീസിൽ ഉണ്ടായിരിക്കുക. അതേപോലെ സ്മാൾ സ്പോക്സിനും ഈ ഒരു സീരീസിൽ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അതായത് വെസ്ട്രോസിലെ കോമൺ പീപ്പിൾസിനെയും ഈ ഒരു സീരീസ് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. കൂടുതലും ഒരു പേഴ്സണൽ ജേണിയും അഡ്വഞ്ചറസും നിറഞ്ഞൊരു സ്റ്റോറി ആയിരിക്കും ഇതിന്റേത്. അതേപോലെ ഈ സീരീസിനെ കുറിച്ച് ചിലവർക്കെങ്കിലും ഉണ്ടാവുന്ന ഒരു ചോദ്യമായിരിക്കും ഈ സീരീസ് കാണാൻ മുമ്പ് ഇറങ്ങിയ ഗെയിം ഓഫ് ത്രോൺസും ഹൗസ് ഓഫ് ദി ഡ്രാഗനും ഒക്കെ കാണണോ എന്നുള്ളത്. പ്രധാനമായും ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഈ ഒരു സീരീസ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു സീരീസ് കാണാൻ നിങ്ങൾക്ക് മറ്റൊരു സീരീസും കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ ഹൗസ് ഓഫ് ദി ഡ്രാഗന്റെ എൻഡിങ്ങിന് ശേഷമുള്ള കഥയായതുകൊണ്ട് തന്നെ ഹൗസ് ഓഫ് ദി ഡ്രാഗന്റെ എൻഡിങ്ങിനെ കുറിച്ചുള്ള സ്പോയിലേഴ്സ് ഈ സീരീസിൽ ഉണ്ടായിരിക്കുമെന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ്. പിന്നെ ഈ എ നൈറ്റ് ഓഫ് ദി 7 കിങ്ഡം എന്ന ഈ സീരീസിന്റെ ആദ്യ സീസണിൽ മൊത്തം 6 എപ്പിസോഡുകളായിരിക്കും ഉണ്ടായിരിക്കുക. ജനുവരി 18 ഇത് പ്രീമിയറോടെ ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ സെക്കൻഡ് സീസൺ ഓൾറെഡി കൺഫേം ചെയ്തതാണ്. അത് 2027, അതായത് അടുത്ത കൊല്ലം തന്നെ വരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എ നൈറ്റ് ഓഫ് ദി 7 കിങ്ഡം എന്ന ഈ സീരീസിനെ കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഈ സീരീസിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.